ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം പഴയ നിയമ ഭക്തന്മാരുടെ 10 പ്രത്യേകതകളാണ്. ഒന്ന്, പുതിയ നിയമ വിശുദ്ധന്മാർക്കുള്ളതുപോലെ പഴയ നിയമ ഭക്തന്മാരിലും ക്രിസ്തുവിന്റെ ആത്മാവുണ്ടായിരുന്നു. യെശയ്യാ പ്രവാചന പുസ്തകം 63 അധ്യായം 11 വാക്യം, 1 പത്രോസ് 1 അധ്യായം 10-11 വാക്യങ്ങൾ. രണ്ടാമതായി, പഴയ നിയമ ഭക്തന്മാർ ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച ബലിമരണത്തെ മുമ്പിൽ കണ്ട് വിശ്വാസത്താൽ യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവർ ആയിരുന്നു. സങ്കീർത്തനം 50:5. മൂന്നാമതായി, പുതിയ നിയമ വിശ്വാസികളായ നാം ക്രിസ്തുവിന് വേണ്ടി ഇന്ന് നിന്ദകളും കഷ്ടങ്ങളും സഹിക്കുന്നത് പോലെ പഴയ നിയമ ഭക്തന്മാരും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയവർ ആയിരുന്നു. എബ്രായർ 11:24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. നാലാമതായി, പുതിയ നിയമ വിശുദ്ധന്മാരായ നാം ഇവിടെ അന്യരും പരദേശികളും എന്ന പോലെ പഴയ നിയമ ഭക്തന്മാരും ആയിരുന്നു. 1 പത്രോസ് 2 അധ്യായം 11 വാക്യം, എബ്രായർ 11-13 അധ്യായങ്ങൾ. അഞ്ചാമതായി, പഴയ പുതിയ നിയമ ഭക്തന്മാരുടെ രക്ഷാപൂർത്തിയും ഒരുമിച്ചാണ്. എബ്രായർ 11:40. ആറാമതായി, വിശ്വാസ വീരന്മാരുടെ പട്ടിക എബ്രായർ 11 കാണുന്നത് പഴയ നിയമ ഭക്തന്മാരുള്ള ബന്ധത്തിലാണ്. അവരെല്ലാം ക്രിസ്തുവിൽ വിശ്വസിച്ച് വിശ്വാസത്തിൽ മരിച്ചവരത്രേ. ഏഴാമതായി, ക്രിസ്തു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. വെളിപ്പാട് പുസ്തകം 13 അധ്യായം 8 വാക്യം. ആദാം മുതൽ സകല തലമുറകളിലുമുള്ള എല്ലാ മനുഷ്യർക്കും ദൈവ കുഞ്ഞാടായ ക്രിസ്തുവേശുവിൽ കൂടെയുള്ള രക്ഷയാണ് അരിമനാഥൻ ഒരുക്കിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 5 അധ്യായം 7 വാക്യം, വെളിപ്പാട് പുസ്തകം 4 അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും 5 അധ്യായം 9-10 വാക്യങ്ങൾ. എട്ടാമതായി, പഴയ നിയമ ഭക്തന്മാരുടെ ജയഘോഷവും ഒന്ന് തന്നെയാണ്. 1 കൊരിന്ത്യർ 15:55-56 വാക്യങ്ങൾ, ഹോശയ്യ 13:14. ഒൻപതാമതായി, പഴയ നിയമ ഭക്തന്മാർ വരുവാനിരിക്കുന്ന മശിഹായിലും പുതിയ നിയമ ഭക്തന്മാരായ നാം വന്ന് മരിച്ചുയർത്ത മശിഹായിലും വിശ്വസിക്കുന്നവരത്രേ. പത്താമതായി, നമ്മെ പോലെ അവരും പുനരുദ്ധാനത്തിൽ പ്രത്യാശയുള്ളവരും അത് നോക്കി പാർത്തവരുമായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകം 19 അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, ദാനിയേൽ 12:2, 3, 13 വാക്യങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.